ഒരു മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പഠിക്കുന്നത്. അത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് മിഷനറി പർച്ചേസ്ഡ് ഓൺ 1/4/2019 for 2 lakh by Nakshatra Traders under written down value method. They spent 10,000 for installation. Depreciation is provided at 10% per annum. Prepare machinery account for the first 3 years. Accounts are closed on 31st March every year. ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണല്ലേ. അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? 1/4/2019 2 ലക്ഷം രൂപയ്ക്ക് ആരെടുത്തു നിന്നാണ് പർച്ചേസ് ചെയ്തത്? നക്ഷത്ര ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. നമ്മളോട് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കാണാൻ പറഞ്ഞത്? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഡിപ്രീസിയേഷൻ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, കറൻറ്റ് ബുക്ക് വാല്യൂവിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓരോ വർഷവും കാണുന്നതിനെയാണ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ അവർ 10,000 ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ 10% ആണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് 3 years. ആദ്യത്തെ 3 വർഷത്തേക്കാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റും ഇവിടെ തന്നിട്ടുണ്ട്. 31st March എവറി ഇയർ ആണല്ലേ. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്നാണ്? 1/4/2019. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതോ 31st എവറി ഇയർ ആണ് കേട്ടോ. ഇവിടെ ഞാൻ ഓൾറെഡി ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 1/4/2019 നമ്മൾ 2 ക്യാഷ് കൊടുക്കുക. എന്നിട്ട് മെഷീനറീൻ്റെ കോസ്റ്റ് 2 ലക്ഷമാണ്. അതിൻ്റെ കൂടെ ഇൻസ്റ്റലേഷൻ ചാർജ് 10,000 ആഡ് ചെയ്യുക. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ കൂടെ 10,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,10,000 കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കാണണം. ഡിപ്രീസിയേഷൻ 2,10,000 ഇൻറ്റു 10/100 ചെയ്യുമ്പോൾ 21,000 കിട്ടും. നമ്മൾ ഈ എമൗണ്ട് താഴേക്ക് തന്നെ എഴുതുക. അതിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടുന്ന് 21,000 ലെസ് ചെയ്യുന്ന സമയത്ത് 1,89,000 കിട്ടും. നമ്മൾ ഈ എമൗണ്ട് ഇങ്ങോട്ടേക്ക് ഡ്രോ ഡൗൺ ചെയ്യാം. അപ്പോൾ നമ്മൾ വർഷം മാറി നോക്കണം. 2019 കഴിഞ്ഞ് 20 ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. 3 വർഷത്തെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 20 കഴിയുമ്പോൾ 21ലേക്ക് പോവാം കേട്ടോ. 21. അപ്പോൾ 20ന് നമ്മൾ ടു ബാലൻസ് 1,89,000 ഇവിടെ എഴുതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കാണണം. അപ്പോൾ 1,89,000ത്തിൻ്റെ 10% കാണുമ്പോൾ നമുക്ക് 18,900 കിട്ടും. നമ്മൾ ഇതേ മെത്തേഡ് ഇവിടെയും കാണിക്കുക. 1,89,000 ഇറക്കി എഴുതിയ ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതുക. ഇവിടുന്ന് 18,900 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1,70,100 ബൈ ബാലൻസ് കിട്ടും. നമ്മൾ വീണ്ടും ഡ്രോ ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പിന്നെയും ഡിപ്രീസിയേഷൻ കാണാം. നമുക്ക് 17,10 കിട്ടും. ഈ എമൗണ്ട് ഇങ്ങോട്ട് ഇറക്കി എഴുതിയ ശേഷം മാറ്റി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ 17,10 ലെസ് ചെയ്യുമ്പോൾ ബൈ ബാലൻസ് 1,53,900 കിട്ടും.